أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല നികല മേഖലകളിലും അംഗീകരിച്ചനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്ത് യാസീനിലെ 17 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. അവസാനമായി നാം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാജ്യത്തെ ഉപമയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അസ്ഹാബുൽ ഖറിയ. അവിടെ ആദ്യം 2 പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരെ, ദൂതന്മാരെ ആ രാജ്യക്കാർ കളവാക്കിയപ്പോൾ അവരെ ശക്തിപ്പെടുത്താൻ മൂന്നാമതൊരാളെ കൂടി അല്ലാഹു തആല അവരിലേക്ക് പറഞ്ഞയച്ചു. ഞങ്ങൾ നിങ്ങളിലേക്ക് വന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ, സത്യവും അസത്യവും നിങ്ങൾക്ക് വേർതിരിച്ചറിയിച്ചു തരാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ആ അസ്ഹാബുൽ ഖറിയ, ആ നാട്ടുകാർ ആ പ്രവാചകന്മാരെ അവിശ്വസിക്കുകയും നിങ്ങളും ഞങ്ങളെപ്പോലെയുള്ള വെറും മനുഷ്യർ മാത്രമാണ്, നിങ്ങൾ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ പ്രവാചകന്മാരും ആ നാട്ടുകാരും തമ്മിലുള്ള സംഭാഷണമാണ് അല്ലാഹു തആല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തുടർന്നുള്ള 18-19 ആയത്തുകളിലും അവർ തമ്മിലുള്ള സംഭാഷണം തന്നെയാണ്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? 18-ാമത്തെ ആയത്തിൽ, ഖാലൂ ഇന്നാ തത്വയ്യർനാ ബികും ലഇൻ ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഖാലൂ, അവര് പറഞ്ഞു. ആര്? ആ നാട്ടുകാർ. ആ നാട്ടുകാർ പ്രവാചകന്മാരോട് പറയാം, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, തത്വയ്യർന, ലക്ഷണക്കേടിലായിട്ടുണ്ട്, ശകുനപ്പിഴവിലായിട്ടുണ്ട് ഞങ്ങൾ, ബിക്കും, നിങ്ങൾ കാരണത്താൽ. ഖാലു, അവർ പറഞ്ഞു, ഇന്നാ തത്വയ്യർന ബിക്കും, നിങ്ങൾ കാരണത്താൽ ഞങ്ങൾ ഒരു ലക്ഷണക്കേടിൽ അകപ്പെട്ടിരിക്കുകയാണ്. ലഇല്ലം തൻതഹു, നിശ്ചയമായും നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഈ ആദർശ പറച്ചിലുകളിൽ നിന്ന്, ഈ തൗഹീദ് പറയുന്നതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ, ലനർജുമന്നകും, ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. നിങ്ങളെ കല്ലെടുത്ത് ഞങ്ങൾ എറിയുക തന്നെ ചെയ്യും. ലനർജുമന്നകും, ഞങ്ങൾ എറിയുക തന്നെ ചെയ്യും നിങ്ങളെ. വലയമസ്സന്നകും, തീർച്ചയായും നിങ്ങളെ ബാധിപ്പിക്കുകയും ചെയ്യും, സ്പർശിപ്പിക്കുകയും ചെയ്യും. മിന്ന, ഞങ്ങളിൽ നിന്ന്, അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ. മിന്ന, ഞങ്ങളിൽ നിന്ന്, ഞങ്ങൾ, മിൻ, നിന്ന്, മിന്ന, ഞങ്ങളിൽ നിന്ന്, അദാബ്, ശിക്ഷ, അലീം, വേദനയേറിയ, സഹിക്കാൻ കഴിയാത്ത, അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സ്പർശിക്കുകയും ചെയ്യേണ്ടി വരും എന്നാണ് ആ ശത്രുക്കളുടെ ഭീഷണി. ആ സംഭാഷണത്തിനിടക്ക്
പ്രവാചകന്മാരോട് അസ്ഹാബുൽ ഖറിയ നാട്ടുകാർ പറയുകയാണ്, നിങ്ങൾ കാരണത്താൽ ഞങ്ങൾ വല്ലാത്ത ശകുനപ്പിഴവിലായിട്ടുണ്ട്, ലക്ഷണക്കേടിലായിട്ടുണ്ട്. നിങ്ങൾ ഈ ആദർശം പറച്ചിലുകളിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നന്മകളും തിന്മകളും വേർതിരിച്ച് പഠിപ്പിക്കുന്നതിൽ നിന്ന്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് എന്ന ഈ വാക്കുകളിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലേറ് നടത്തി നിങ്ങളെ കൊല ചെയ്യും, നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയേറിയ ശിക്ഷ ബാധിക്കേണ്ടി വരും, അത് നിങ്ങളെ അനുഭവിപ്പിക്കും എന്ന ഭീഷണിയാണ് അവർ നൽകിയത്. അതിന് പ്രവാചകന്മാർ നൽകിയ മറുപടി തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാലൂ ത്വാഇറുകും മഅകും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഖാലൂ അവർ പറഞ്ഞു, 18ാമത്തെ ആയത്തിലുള്ള ഖാലൂ ആ നാട്ടുകാർ പറഞ്ഞു, അസ്ഹാബുൽ ഖറിയ ആ രാജ്യക്കാർ പറഞ്ഞു. 19ാമത്തെ ആയത്തിലുള്ള ഖാലൂ അവർ പറഞ്ഞു, ആര്? പ്രവാചകന്മാർ ദൂതന്മാർ പറഞ്ഞു, ത്വാഇറുക്കും നിങ്ങളുടെ ശകുനപ്പിഴ, നിങ്ങളുടെ ലക്ഷണക്കേട്, അത് മഅക്കും നിങ്ങളുടെ ഒന്നിച്ച് തന്നെയാണ്, നിങ്ങളോടൊപ്പം തന്നെയാണുള്ളത്. ഖാലൂ ത്വാഇറുക്കും മഅക്കും നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളോടൊപ്പം തന്നെയാണുള്ളത്. അഇൻ ദുക്കിർതും നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെട്ടിട്ടാണോ, ബൽ എങ്കിലും അൻതും നിങ്ങൾ ഖൗമുൻ ഒരു ജനതയാണ്, മുസ്രിഫൂൻ അതിരുകവിഞ്ഞ. ഖാലൂ ത്വാഇറുകും മഅകും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. പ്രവാചകന്മാർ പറഞ്ഞു, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളോടൊന്നിച്ച് തന്നെയാണുള്ളത്, നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെട്ടതിനാലാണോ ഇങ്ങനെ പറയുന്നത്, പക്ഷേ നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനതയാണ് എന്ന് ആ പ്രവാചകന്മാർ ആ നാട്ടുകാർക്ക്, ആ രാജ്യക്കാർക്ക് അതിന് മറുപടി കൊടുത്തു. ഈ 2 ആയത്തുകളിൽ നിന്ന് വിശ്വാസികൾ എന്ന നിലക്ക്, മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് മഹത്തായ ഒരു ആദർശം എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ 2 ആയത്തുകളിൽ നിന്ന് മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നമുക്ക് കിട്ടുന്ന മഹത്തായ ഒരു സന്ദേശം എന്താണെന്നറിയോ? കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളെ ധിക്കരിച്ചിട്ടുള്ള സമുദായങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ലക്ഷണക്കേടിന്റെ വാദവും ദുഷ്ടഗുണവാദവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫിർഔനിന്റെ ആളുകളെക്കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളുമാണ്, ആ പ്രവാചകന്മാരാണ് ദുഷ്ടഗുണത്തിന് കാരണം എന്ന് വാദിച്ചതായി സൂറത്തു അറാഫിലും, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയും ദുഷ്ടഗുണക്കാരാക്കിയത് സൂറത്തു നംലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു വാദമാണ് ഈ ജനതയും വാദിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത്, ശകുനപ്പേവിലായത് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് ഇസ്ലാമിക സമൂഹത്തിൽ പല ആളുകൾക്കും ഇന്ന് ഇത്തരത്തിലുള്ള മോശമായ തൗഹീദിൽ നിന്ന് പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള വിധിവിശ്വാസത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന അന്ധവിശ്വാസങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റു മതവിശ്വാസങ്ങളിലും മതദർശനങ്ങളിലും ഉള്ള ഇത്തരത്തിലുള്ള ലക്ഷണക്കേടിന്റെ നാള് നോക്കുന്ന ഏർപ്പാട്, ലക്ഷണം നോക്കുന്ന ഏർപ്പാട്, ഏതെങ്കിലും ജീവി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നന്മയും തിന്മയുമുണ്ട് എന്ന വിശ്വാസം, ഏതെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പൂച്ച ചാടിയാൽ അത് ദുഷ്ടഗുണമായി കാണുന്നവർ, അങ്ങനെ കൈനോട്ടവും കൈനീട്ടവുമൊക്കെ വലിയ, അതിലൊക്കെ എന്തൊക്കെയോ മഹത്വങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്. ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഈ 18ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഒരു സമുദായത്തിന്റെ വിശ്വാസമാണ്. ആ സമൂഹം ഏതാണ്? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിനെ ധിക്കരിച്ച, പ്രവാചകന്മാരെ ധിക്കരിച്ച സമൂഹത്തിന്റെ വിശ്വാസമാണ്. പ്രവാചകന്മാർ കാരണമാണ് ഞങ്ങൾ ശകുനപ്പിഴവിലായിട്ടുള്ളത് എന്നാണ് അവർ വിശ്വസിച്ചത്. ഇന്ന് പല സമൂഹവും മുസ്ലിമീങ്ങളെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ഒരു കട തുറക്കുന്ന സമയത്ത് ആ കടയിലേക്ക് ആദ്യമായി ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന, ആദ്യമായി കിട്ടുന്ന പണം, അത് കൈനീട്ടം, ആ കൈനീട്ടത്തിൽ ബർക്കത്തുണ്ട്. കച്ചവടം കുറഞ്ഞു പോയാൽ അവന്റെ കൈനീട്ടമാണ് കാരണം, കച്ചവടം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കൈനീട്ടം വലിയ ഉഷാറാണ്. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഇന്നുമുണ്ട്. ശകുനപ്പിഴവിലാണ് എന്ന വിശ്വാസക്കാർ ഇന്നുമുണ്ട്.
ജീവികളുടെ കാര്യത്തിൽ ഏതെങ്കിലും ജീവികൾ കരഞ്ഞാൽ, കാക്ക കരഞ്ഞാൽ അത് പ്രശ്നം, പല്ല് ചലിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷയം, ഏതെങ്കിലും പൂച്ച ചാടിയാൽ അത് പ്രശ്നം. ഇത്തരത്തിലുള്ള ശകുനപ്പിഴ ഒരിക്കലും ഇത്തരത്തിലുള്ള വിശ്വാസ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതാണ് 19ാമത്തെ ആയത്തിൽ ആ പ്രവാചകന്മാർ പറഞ്ഞത്, ഖാലൂ ത്വാഇറുക്കും മഅക്കും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളോടൊപ്പം തന്നെയാണ്, നിങ്ങളുടെ പ്രവർത്തനം കാരണത്താലാണ് നിങ്ങൾക്ക് ശകുനപ്പിഴ ഉണ്ടാകുന്നത്. അല്ലാതെ ഞങ്ങൾ നിങ്ങളിലേക്ക് വന്നതുകൊണ്ടോ ഞങ്ങൾ നിങ്ങളോട് ഈ സത്യസന്ദേശം പറഞ്ഞു എന്ന കാരണത്താലോ ഒരിക്കലും നിങ്ങൾക്ക് ശകുനപ്പിഴ ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള വിശ്വാസം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്ന മുസ്ലിം, അള്ളാഹുവിന്റെ ഖദർ ഖദാഉകളിൽ നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും റഹ്മാനായ റബ്ബിൽ നിന്ന് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വിശ്വസിക്കാൻ കഴിയാം? ഇത് മറ്റുള്ള ആളുകളുടെ വിശ്വാസമാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആരെങ്കിലും മറ്റൊരു സമൂഹത്തിനോട്, മറ്റൊരു ആദർശത്തിനോട്, മറ്റേതെങ്കിലും മതവിശ്വാസികളുടെ ആദർശങ്ങളോട് അവൻ ചേർന്ന് നിന്നാൽ, തശ്ബീഹായിട്ടുണ്ടെങ്കിൽ അവരിൽപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് സംഘടനക്കാർ ഇറക്കുന്ന വിവിധങ്ങളായ കലണ്ടറുകളുണ്ട്. ആ കലണ്ടറുകളുടെ ഒരു ഭാഗത്ത് നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, നെഹ്സുകൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നെഹ്സ് എന്ന് പറഞ്ഞാൽ നല്ല ചൊവ്വില്ലാത്ത ദിവസം എന്നാണ്. നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല, ഒരു വിവാഹത്തിന് പറ്റാത്ത, വീട് കൂടൽ തുടങ്ങാൻ പറ്റാത്ത ഒരു പരിപാടിയും നല്ല ഒരു കാര്യവും തുടങ്ങാൻ പറ്റാത്ത ദിവസം എന്നല്ലേ നെഹ്സ് കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പണ്ഡിതന്മാരെ സമീപിക്കുമ്പോൾ അവർ കലണ്ടർ എടുത്തുകൊണ്ട് ഇതൊക്കെ നെഹ്സാണ്, അതുകൊണ്ട് ഈ ദിവസത്തിൽ തുടങ്ങാൻ പറ്റില്ല എന്ന വിശ്വാസം. ഇത് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. കാലത്തെ ചീത്ത പറയാൻ പാടില്ല. എല്ലാ സമയവും നല്ലതാണ്. നമ്മൾ നന്നായാൽ എല്ലാ സമയവും നമുക്ക് നല്ലതാണ്. നമ്മൾ നന്നായാൽ, നമ്മുടെ മനസ്സ് നന്നായാൽ, നമ്മുടെ കർമ്മങ്ങൾ നന്നായാൽ എല്ലാ ദിവസവും നമുക്ക് നല്ലതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ ചീത്തയായ ദിവസങ്ങളുണ്ട്, ചീത്തയായ സമയങ്ങളുണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം ആരിൽ നിന്ന് കടന്നു വന്നു? ഈ വിശ്വാസം മറ്റു മതസ്ഥരിൽ നിന്ന് കടന്നു വന്നതാണ് നമ്മുടെ കലണ്ടറുകളിലേക്ക്, നമ്മുടെ ഇസ്ലാമിക മുസ്ലിം സമൂഹത്തിന്റെ പ്രസ്ഥാനങ്ങളിലേക്ക്. അവരുടെ ലേഖനങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, മറ്റു മതങ്ങളുടെ സ്വാമിമാരുടെയും മറ്റു മതക്കാരുടെയും ഒക്കെ ലേഖനങ്ങളും പുസ്തകങ്ങളും വായിച്ചാൽ നമുക്കറിയാം. അവർ പറയുന്നത് ദുശകുനം എന്ന് പറയുന്നത് പണ്ടുള്ളത് വെറുതെ പറയണതല്ല. ശകുനത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. അഥവാ എന്നിട്ട് അവരുടെ പുസ്തകങ്ങളിൽ അവർ എഴുതി വെക്കുന്നതായി കാണാം. എന്താണ്? ആരെങ്കിലും പിന്നിൽ നിന്ന് വിളിച്ചാലോ കുറ്റിച്ചൂലോ അല്ലെങ്കിൽ പശുവിനെയോ മറ്റോ കണ്ടാലോ അതിന്റെ ലക്ഷണം എന്താണെന്നൊക്കെ അറിയുമോ എന്ന് ചോദിച്ചിട്ട് അതിൽ നല്ലതുണ്ട്, കുറ്റിച്ചൂല് കാണാൻ പാടില്ല. പശുവിനെ കണ്ടാൽ അത് നന്മയാണ്. രാവിലെ തന്നെ ഒരു പശുവിനെയാണ് കണി കാണുന്നതെങ്കിൽ അത് നന്മയാണ്. കുറ്റിച്ചൂല് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വളരെ മോശമാണ്. തുടങ്ങിയ വിശ്വാസങ്ങൾ വളരെ കൃത്യമായി അവർ എഴുതി വെക്കുന്നുണ്ട്. ഇത് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസവും ഇതേപോലെയാണ്. നമ്മളെവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ ഉമ്മമാരൊക്കെ അടിച്ചു വാരുന്നുണ്ടെങ്കിൽ അവർ ആ ചൂലിങ്ങനെ മറച്ചു പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതേ പ്രകാരം അവരെ എഴുതി വെക്കുന്നു. മറ്റുള്ള മതക്കാർ എഴുതി വെക്കുകയാണ്, എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോൾ കാക്ക ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് പറന്നാൽ അത് ശുഭലക്ഷണമാണ്. അതേ പ്രകാരം അലങ്കരിച്ച കാളയെ ശകുനം കാണുന്നത് അത് നല്ല ലക്ഷണമാണ്. ചാരനിറമുള്ള പൂച്ചയെ ശകുനം കണ്ടാൽ, വീട്ടിനകത്ത് കറുത്ത പൂച്ച ക്ഷണിക്കപ്പെടാതെ കയറി വരുന്നത് അത് ശുഭലക്ഷണമാണ്. യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ പശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് യാത്രയുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് വളരെ നല്ലതായിത്തീരും. ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ മറ്റു പല മതങ്ങളിൽ നിന്ന്, ജ്യോതിഷ വിദഗ്ധരിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നുകൂടിയതാണ്. ആ രാഹുകാലം, നല്ല കാലം, ചീത്തകാലം എന്ന വിശ്വാസം മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നു. മുസ്ലിമീങ്ങളാണെന്ന് പറയപ്പെടുന്ന ആളുകളിലുള്ള വിശ്വാസം മറ്റു മതങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ കടമെടുത്തതാണ്. അവരെഴുതി വെച്ചതായിട്ടൊരു പുസ്തകത്തിൽ നമുക്ക് കാണാം, യാത്ര പുറപ്പെടുമ്പോൾ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്താണ്. യാത്ര പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. ആര്? മുസ്ലിമീങ്ങളല്ല, മറ്റു മതക്കാരാകുന്ന ആളുകൾ എഴുതി വെക്കാണ്, യാത്ര പുറപ്പെടുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പൂർണ്ണ ശുഭകരമാവില്ല, ഒരുപാട് അനർത്ഥങ്ങൾ അത് മുഖേന ഉണ്ടാകും. എന്നിട്ട് അവർ പറയുന്നു, ഇതേപോലെ പിന്നിൽ നിന്ന് വിളിക്കുന്നത്, യാത്ര പോകുമ്പോൾ വേക്കിൽ നിന്ന് ആരെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് വേറെ ആരെങ്കിലും പറയുക, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും വർത്തമാനങ്ങൾ പിന്നിൽ നിന്നുണ്ടാവുകയും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയും, അതല്ലെങ്കിൽ യാത്രയുടെ ഇടക്ക് വെച്ചുകൊണ്ട് എന്തെങ്കിലും സാധനം മറന്ന് വീട്ടിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാത്രയുടെ ഉദ്ദേശം നഷ്ടപ്പെടും.
അല്ലെങ്കിൽ അവർക്ക് ആ യാത്രയിൽ ശാന്തി ഉണ്ടാവുകയില്ല. അതിൽ യാതൊരു തർക്കവും ഇല്ല എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതേ വിശ്വാസം മുസ്ലിം സമുദായത്തിൽ പല ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മഹനീയമായ സന്ദേശം, എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബിന്റെ തീരുമാനമനുസരിച്ച് കൊണ്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അവിടെ ഏതെങ്കിലും ജീവികളുടെയോ ഏതെങ്കിലും ജീവികളെ കാണുന്നതോ ആരുടെയെങ്കിലും കൈകളിൽ നിന്ന് വല്ലതൊക്കെ കൈനീട്ടമായി കിട്ടുന്നതിലൊന്നും ഒരു നന്മക്കും തിന്മക്കും ഒരു കാര്യലാഭത്തിനും നമ്മുടെ കാര്യം സാധിക്കുന്നതിലും അതിന് യാതൊരു പങ്കുമില്ല. എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബിൽ നിന്ന് മാത്രമാണ്. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ തീരുമാനിച്ചത് അത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന വിശ്വാസക്കാരാകണം മുസ്ലിമീങ്ങൾ എന്ന പാഠമാണ് മഹാന്മാരാകുന്ന പ്രവാചകന്മാർ അവർക്ക് നൽകിയിട്ടുള്ള മറുപടിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. ഇനി നാം ആലോചിക്കേണ്ടത്, ഇതിൽ ഏത് വിശ്വാസക്കാരാണ് ഞാനും നിങ്ങളും? ഒരിക്കലും ദുശഗുണ ലക്ഷണം നോക്കുന്ന, കൈനീട്ടത്തിൽ വിശ്വസിക്കുന്ന, ഏതെങ്കിലും ജീവിയുടെ കരച്ചിലുകളിലോ അതല്ലെങ്കിൽ ജീവിയുടെ ചാട്ടത്തിലോ അത് വന്നതിലോ അതിലേതെങ്കിലും നന്മയുണ്ടെന്നോ തിന്മയുണ്ടെന്നോ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ എല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അള്ളാഹു തീരുമാനിച്ചതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായി തീരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുക്തമായി യഥാർത്ഥമായ വിശ്വാസികളായി തീരാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. സൂറത്ത് യാസീനിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അസ്ഹാബുൽ ഖറിയ എന്ന ഒരു രാജ്യക്കാരെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു സംഭവമാണ്. അവരിലേക്ക് പ്രവാചകന്മാർ കടന്നു ചെന്നപ്പോൾ ആ പ്രവാചകന്മാരെയും അവരുടെ കൽപ്പനകളെയും ധിക്കരിച്ചപ്പോൾ മൂന്നാമനായി മറ്റൊരാളെ പറഞ്ഞയച്ചു, അവരെയും ധിക്കരിച്ചു. അവസാനം ആ ആളുകൾ പ്രവാചകന്മാരെ ഭീഷണിപ്പെടുത്തി, ലനർജുമന്നക്കും വലയമസ്സന്നക്കും, നിങ്ങളുടെ ഈ ദഅവത്തിൽ നിന്ന്, നിങ്ങളുടെ ഈ വർത്തമാനത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കല്ലേറി നടത്തി കൊന്നുകളയും, സഹിക്കാൻ കഴിയാത്ത വേദനയേറിയ ശിക്ഷ നിങ്ങളെ ഞങ്ങൾ ബാധിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ ആ നാട്ടിലേക്ക് ഒരു മനുഷ്യൻ അവരുടെ ആ സംഭാഷണങ്ങൾക്കിടയിൽ കടന്നു വരുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ജാഅ വന്നു, മിൻ അഖ്സ
ദൂരത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങേ അറ്റത്ത് നിന്ന്, മദീന നഗരത്തിൻ്റെ, വജാഅ മിൻ അഖ്സ്വൽ മദീനത്തി നഗരത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് വന്നു, റജുലുൻ ഒരു വ്യക്തി, ഒരാൾ, യസ്ആ വളരെ ബേജാറായി ഓടി അവരുടെ അരികിലേക്ക് വരികയാണ് ഒരു മനുഷ്യൻ. വജാഅ മിൻ അഖ്സ്വൽ മദീനത്തി റജുലുൻ യസ്ആ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടുവന്നു. എന്നിട്ടോ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഖാല അദ്ദേഹം പറഞ്ഞു, ആ ആളുകളോട്, ആ ഓടി വന്ന മനുഷ്യൻ പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഖൗമ് ജനത, യാ ഖൗമ് ജനങ്ങളെ, നിദാഇനെ വിളിക്കാൻ വേണ്ടിയാണ് യാ എന്ന പദം പ്രയോഗിക്കുക. യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുവീൻ, അൽ മുർസലീൻ മുർസലുകളെ, ദൂതന്മാരെ, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവാചകന്മാരെ, ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് ആ ഓടി വന്ന മനുഷ്യൻ അവരോട് പറഞ്ഞു. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുക, മുകളിൽ പറഞ്ഞ ആ ഇത്തബിഉ തന്നെ. ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുക, മൻ ഒരു വിഭാഗത്തെ, ഒരു കൂട്ടരെ, ഒരാളെ. എന്താണ് അവരുടെ പ്രത്യേകത? ലാ യസ്അലുകും, സഅല ചോദിച്ചു, യസ്അലു ചോദിക്കും, ലാ യസ്അലു ചോദിക്കുന്നില്ല, കും നിങ്ങൾ, ലാ യസ്അലുകും നിങ്ങളോട് ചോദിക്കുന്നില്ല, അജ്റൻ അജ്ർ കൂലി പ്രതിഫലം. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല, അങ്ങനത്തെ ആളുകളെ നിങ്ങൾ പിൻപറ്റുവീൻ. വഹും മുഹ്തദൂൻ അവർ സന്മാർഗികളായവരാണ്, സന്മാർഗികളാണവർ, അതുകൊണ്ട് അവരെ നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് അവരോട് പറഞ്ഞു. ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുക, മൻ ഒരുവരെ, ലാ യസ്അലുക്കും നിങ്ങളോട് ചോദിക്കുന്നില്ല, അജ്റൻ ഒരു കൂലിയും, വഹും അവർ മുഹ്തദൂൻ സന്മാർഗികളുമാണ്. വമാ ലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. വമാ ലിയ എനിക്ക് പാടില്ല, ലാ അഅ്ബുദു ഞാൻ ആരാധിക്കാതിരിക്കുവാൻ എനിക്ക് പാടില്ല തന്നെ, അല്ലദീ ഫതറനീ ഫതറ സൃഷ്ടിച്ചുണ്ടാക്കി, ഫതറനീ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കി, അല്ലദീ ഫതറനീ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവനെ, എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവനെ, വഇലൈഹി അവനിലേക്ക് തന്നെയാണ്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നത്, വഇലൈഹി തുർജഊൻ നിങ്ങളെ മടക്കപ്പെടുന്നത് അവനിലേക്ക് തന്നെയാണ്. വമാ ലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവനെ ഞാൻ ആരാധന ചെയ്യാതിരിക്കുവാൻ എന്ത് തടസ്സമാണ് എനിക്കുള്ളത്? അവന്റെ അടുക്കലേക്ക് തന്നെയാണ് നിങ്ങളെയും മടക്കപ്പെടുന്നത് എന്നാണ് 22-ാമത്തെ ആയത്തിന്റെ അർത്ഥം. തങ്ങളെ ഉപദേശിക്കുന്ന ആ ദൂതന്മാർ അവർ യാതൊരു കാര്യലാഭവും സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യലാഭം ഉദ്ദേശിക്കാത്തവരാണവർ. അവർ നല്ല മുഹ്തദീങ്ങളാണ്, സന്മാർഗം സിദ്ധിച്ചവരാണ്. അവർ നല്ല കാര്യം മാത്രമല്ലേ നിങ്ങളോട് പറഞ്ഞു തരുന്നുള്ളൂ, തെറ്റായ ഒരു ഉപദേശവും അവർ നൽകുന്നില്ലല്ലോ. എന്നിട്ടും എന്താണ് അവരെ നിങ്ങൾ അനുസരിക്കാത്തത്? അവരുടെ ആ കൽപ്പനകളും അവർ പറയുന്നതും സ്വീകരിക്കാതിരിക്കാൻ എന്ത് തടസ്സമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ആ ഓടി വന്ന മനുഷ്യൻ ആ ജനതയോട് ചോദിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഉപദേശമൊന്നും ആ ആളുകൾ സ്വീകരിക്കാതെ വന്നപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ ശൈലി ഒന്ന് മാറ്റുകയാണ് 22-ാമത്തെ ആയത്ത് മുതൽ. ആ മനുഷ്യൻ ആദ്യം പൊതുവിൽ പറഞ്ഞു, പിന്നീട് അദ്ദേഹത്തിന്റെ ആ ശൈലി ഒന്ന് മാറ്റിയിട്ട് അദ്ദേഹത്തിനെ തന്നെ ആ സംസാരത്തിന്റെ, അവരോടുള്ള ഉപദേശത്തിന്റെ വിഷയമാക്കിയിട്ടാണ് ഈ ആയത്തിലൂടെ അവരോട് സംസാരിക്കുന്നത് ആ മനുഷ്യൻ.
ആ റജുലു വ്യക്തി അവരോട് ചോദിക്കുന്നത് അദ്ദേഹത്തിനെ സംസാര വിഷയമാക്കിയിട്ടാണ്. അദ്ദേഹം പറയുന്നു, ഫതുറനി, എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു നാഥനുണ്ട്, എനിക്കെല്ലാം നൽകുന്ന, എനിക്ക് ഭക്ഷണം നൽകുന്ന, എനിക്കെല്ലാം എല്ലാം എല്ലാം ഏത് സമയത്തും എനിക്ക് എല്ലാം ചെയ്തു തരുന്ന എന്നെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിനെ, അവനെ മാത്രം ആരാധിക്കുവാൻ, അവനെ അറിഞ്ഞ് ആരാധിക്കുവാൻ എന്ത് തടസ്സമാണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തെ മുൻനിർത്തിയിട്ട്. എന്നിട്ട് അവരോട് പറയുന്നു, വ ഇലൈഹി തുർജഊൻ, എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു നാഥനുണ്ട്, അവനെ മാത്രമേ ഞാൻ ആരാധിക്കാൻ പാടുള്ളൂ, അവനെ മാത്രം ആരാധിക്കുന്നതിന് എനിക്കൊരു തടസ്സവുമില്ലല്ലോ. ആ എന്നെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിലേക്ക് നിങ്ങളോട് ഈ പ്രവാചകന്മാർ, ദൂതന്മാർ ആരാധിക്കണമെന്ന് പറയുന്ന ആ രക്ഷിതാവിങ്കലേക്ക് തുർജഊൻ, നിങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം മടങ്ങിപ്പോകേണ്ടവരാണ് കേട്ടോ എന്ന ഒരു താക്കീത് അദ്ദേഹം ആ ആളുകൾക്ക് നൽകുകയാണ്. തുടർന്ന് വീണ്ടും അദ്ദേഹം അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദ്നി റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. ആ വ്യക്തി ആ ആളുകളോട് സ്വന്തത്തെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നു, എന്നെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കുന്നതിന് എനിക്കൊരു തടസ്സവുമില്ലല്ലോ. വീണ്ടും അദ്ദേഹം അവരോട് പറയാം, അത്തഖിദു, ഞാൻ സ്വീകരിക്കുകയോ, അത്തഖിദു, ഞാൻ ഉണ്ടാക്കുകയോ, മിൻ ദൂനിഹി, എന്നെ സൃഷ്ടിച്ച ആ റബ്ബിന് പുറമെ ഞാൻ ഉണ്ടാക്കുകയോ, ആലിഹത്തൻ, വല്ല ദൈവങ്ങളെയും വല്ല ആരാധ്യ വസ്തുക്കളെയും ഞാൻ ഉണ്ടാക്കുകയോ, അതും എനിക്ക് പറ്റാത്തതാണല്ലോ. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, അവന് പുറമെ വല്ല ദൈവങ്ങളെയും ഞാൻ സ്വീകരിക്കുകയോ, ഈ യുരിദിനി, എനിക്ക് ഉദ്ദേശിക്കുന്നതായാൽ, അറാദ ഉദ്ദേശിച്ചു, അതിൽ നിന്നുള്ളതാണ്. ഇൻ എന്നർത്ഥം വന്ന ആണെങ്കിൽ എന്നൊരർത്ഥം വരും. ഈ യുരിദിനി, ഉദ്ദേശിക്കുകയാണെങ്കിൽ, അർറഹ്മാനു, പരമകാരുണീകനായ റബ്ബ്, അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണല്ലോ അർറഹ്മാൻ. അപ്പൊ അള്ളാഹു എനിക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ളുർറ്, ഉപദ്രവം, എന്തെങ്കിലും ഒരു ഉപദ്രവം, എന്റെ നാഥൻ എനിക്ക് വല്ല ഉപദ്രവവും ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലാ തുഗ്നി, പര്യാപ്തമാവുകയില്ല തന്നെ, അന്നി, എനിക്ക് പര്യാപ്തമാവുകയില്ല, ശഫാഅത്തുഹും, അവരുടെ ശുപാർശ, ആരുടെ? അള്ളാഹു അല്ലാതെ ഞാൻ വല്ല ആരെയും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു എനിക്ക് വല്ല ഉപദ്രവവും ഉദ്ദേശിച്ചാൽ അവരുടെ ഷഫാഅത്ത് എനിക്ക് പര്യാപ്തമാവുകയില്ല. ഷഫാഅത്തുഹും, അവരുടെ ശുപാർശ, ശൈഅൻ, ഒന്നും ഉപകരിക്കുകയില്ല, അവരുടെ ഷഫാഅത്തിൽ നിന്ന് ഒന്നും തന്നെ എനിക്ക് ഉപകരിക്കുകയില്ല. വലാ യുൻഖിദൂൻ, അവർക്ക് എന്നെ രക്ഷപ്പെടുത്തുവാനും കഴിയില്ല എന്ന് അദ്ദേഹം ആ ആളുകളോട് പറയുന്നു. ആ പ്രവാചകന്മാർ നിങ്ങളോട് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നതാണ്. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തികളെയോ വ്യക്തികളെയോ ആരാധിച്ചിട്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നല്ലേ ആ പ്രവാചകന്മാർ പറയുന്നത്. ആ അള്ളാഹുവാണ് എന്നെ പടച്ചിട്ടുള്ളത്. അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ആളുകളെ, എന്തെങ്കിലും വസ്തുക്കളെ ആരാധന്മാരായി സ്വീകരിക്കാൻ നമുക്ക് യാതൊരു ന്യായങ്ങളുമില്ല. അത് ശരിയല്ല, അതൊരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് പറ്റാത്തതാണ് എന്ന് അദ്ദേഹം അവരെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിനൊരു ഉദാഹരണവും ആ വ്യക്തി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുക, അവരോട് പ്രാർത്ഥിക്കുക, അവരോട് സങ്കടം പറയുക, അവരുടെ ശവകുടീരങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ രൂപങ്ങളോ ഉണ്ടാക്കിയിട്ട് അവരോട് തന്റെ കാര്യലാഭങ്ങളൊക്കെ അവരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസം അതൊരിക്കലും പാടില്ല. കാരണം പരമകാരുണീകനായ റബ്ബ് എനിക്ക് വല്ല ഉപദ്രവവും ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചാൽ അവരുടെ ഒരു ശുപാർശയും എനിക്ക് ഉപകാരപ്പെടുകയില്ല. അവരെ ആ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള ആ ബുദ്ധിമുട്ടിൽ നിന്ന്
ആ ദോഷത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനോ അവർക്ക് കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കാൻ നമുക്ക് കഴിയുക എന്നതാണ് ആ മനുഷ്യന്റെ ആ സമൂഹത്തോടുള്ള ചോദ്യം. അല്ലാത്ത ഒരു ചോദ്യമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടുന്നവർ, അമ്പത്തെ തങ്ങളെ എന്നെ സഹായിക്കണേ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബദരീങ്ങളെ എനിക്ക് കുട്ടികളെ തരണേ, ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളുണ്ട്. പലരും വിചാരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ തരും എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ആളുകൾക്ക് റെക്കമെൻഡിലൂടെ അള്ളാഹുവിന്റെ ആ ഉപദ്രവം തട്ടിമാറ്റുവാനോ അല്ലെങ്കിൽ ആ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്ത ആരാധിക്കുന്ന വിളിച്ചു തേടുന്ന ഒരാൾക്കും അവരെ രക്ഷപ്പെടുത്തുവാനോ കഴിയില്ല. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഇവിടെ നടക്കുക എന്ന് ആ മനുഷ്യൻ ആ ആളുകളോട്, ആ സമൂഹത്തോട് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പിന്നീട് 24-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ, അങ്ങനെയായാൽ, ഇന്നി നിശ്ചയമായും ഞാൻ, ഇതൻ അങ്ങനെയായാൽ, എങ്ങനെയായാൽ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരായാൽ ലഫീ ളലാലിൻ മുബീൻ, ലഫീ ളലാലിൻ ദുർമാർഗത്തിലായിരിക്കും, മുബീൻ ഏറ്റവും സ്പഷ്ടമായ, ഏറ്റവും വ്യക്തമായ ദുർമാർഗത്തിൽ ഞാൻ അകപ്പെട്ടു പോകും എന്ന് ആ മനുഷ്യൻ ആ ആളുകളോട് ഉപദേശിക്കുന്നു. അപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ലഫീ ളലാലിൻ മുബീൻ, ഏറ്റവും സ്പഷ്ടമായ ദുർമാർഗത്തിലാണ് അവർ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾക്ക് അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഏതെങ്കിലും ആരാധനകൾ സമർപ്പിക്കുന്നവരൊക്കെ ലഫീ ളലാലിൻ മുബീൻ, ഏറ്റവും വ്യക്തമായിരിക്കുന്ന ദുർമാർഗത്തിലാണ് എന്നാണ് അദ്ദേഹം ആ ആളുകളെ ഉപദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ച്, അവനെ വ്യക്തമായി അറിയേണ്ട പോലെ അറിഞ്ഞ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.